കൊച്ചിയിലെ മഴയ്ക്ക് ചെറിയ രീതിയിലുള്ള ശമനം ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുതൽ വലിയ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കൊച്ചിയുടെ മലയോര പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വലിയ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടും വലിയ ഗതാഗത കുരുക്കുമൊക്കെ രൂക്ഷമായിരുന്നു. എറണാകുളം ദേശീയപാതയിൽ ഇടപ്പള്ളിയിലും പേട്ട മരട് റോഡിലുമൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിനും രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ടിനുമൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഇട റോഡുകളിലും അതുപോലെ തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എറണാകുളം ഒപ്പം കളമശ്ശേരിയിലും വീടുകളിലേക്കടക്കം വെള്ളം കയറി. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംഭവിച്ചത് തൃപ്പൂണിത്തുറ പേട്ടയിൽ കാറ് വെള്ളത്തിൽ അടിയിൽപ്പെട്ടു. അതായത് ഒരു കനാലിലേക്ക് കാറ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വഴി തെറ്റി വന്ന ഊബർ കാറാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഡ്രൈവറെ രക്ഷിച്ചു. നാട്ടുകാർ ചേർന്ന് തന്നെ ക്രെയിൻ ഉപയോഗിച്ച് കാറ് പുറത്തെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വ്യാപകമായി എറണാകുളം ജില്ലയുടെ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ ബസ്സുകളും അതുപോലെ തന്നെ വലിയ വാഹനം വേഗത്തിൽ ഓടിക്കുന്നത് സമീപത്തെ കടകളിലേക്ക് തൊട്ട് അരികിൽ തന്നെയുള്ള കടകളിലേക്ക് വെള്ളം കയറുന്നതിലും ഒക്കെ വേഗത്തിൽ ഓടിക്കുമ്പോൾ വെള്ളം കയറുന്നതിനൊക്കെ കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി വ്യാപാരികളടക്കം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇടപ്പള്ളിയിലും ഒപ്പം പാലാരിവട്ടം കളമശ്ശേരിയൊക്കെ കേന്ദ്രീകരിച്ച് രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കും ഇന്ന് അനുഭവപ്പെട്ടിരുന്നു. മഴ അല്പം ശമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പല സ്ഥലത്തു നിന്നും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല.